ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബുക്ക് ചാനൽ. CBFC സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ഒരു സിനിമ റിവ്യൂ ചെയ്യുന്ന ഒരു ടീമാണ്. സിനിമയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഈ സിനിമ ഈ കാറ്റഗറിയിൽ വരുന്നതാണ്, അതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റൂ എന്നൊക്കെ റിവ്യൂ ചെയ്യുന്ന ഒരു ടീം. അതിൽ മെജോറിറ്റിയും സിനിമയിലുള്ളവരല്ല ഇരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. പൊളിറ്റിക്കലി പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെയാണ് അതിലിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമയായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തവരാണ് ആ ഒരു ടീമിലിരിക്കുന്നതെന്നാണ് എന്താ പറയുക മുകളിലുള്ളവരൊക്കെ പറയുന്നത്. ഇപ്പോൾ സന്ദീപ് റെഡ്ഡി വാങ്ക, അതായത് അനിമൽ സിനിമയിലെ ഡയറക്ടർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. CBFC ആ ഒരു ടീമിലിരിക്കേണ്ടത് ഡയറക്ടേഴ്സ്, സീനിയർ ഡയറക്ടേഴ്സ്, സിനിമയായിട്ട് ബന്ധമുള്ള ആൾക്കാർ, സിനിമയുടെ കാര്യങ്ങൾ കൂടുതൽ അറിയാവുന്ന ആൾക്കാരിരിക്കുമ്പം സിനിമ എങ്ങനെ വരും, ഏത് ജോണർ കൊടുക്കാം, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് സർട്ടിഫിക്കേഷൻ കൊടുക്കാം എന്നുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്നതാണ്. അല്ലാത്ത പക്ഷേ ഇതുപോലത്തെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവും. അതായത് ജനുവരി 9 റിലീസ് ചെയ്യാനിരുന്ന ദളപതി വിജയ് നായകനായ തമിഴ് ചലച്ചിത്രമായിരുന്നു ജനനായകൻ. വിനോദാണ് സംവിധാനം ചെയ്യുന്നത്. അനിരുദ്ധിൻ്റെ മ്യൂസിക്കാണ്. KVN പ്രൊഡക്ഷൻസ് ആണ് പ്രൊഡ്യൂസും കാര്യങ്ങളും ചെയ്യുന്നത്. പൂജ ഹെഗ്ഡെ, മമിത ബൈജു, നരേൻ, പ്രകാശ് രാജ് എല്ലാവരും മറ്റ് കഥാപാത്രങ്ങളായി സിനിമയിൽ വരുന്നുമുണ്ട്. 500-600 കോടിയിൽ മുതൽ മുടക്കൽ വരുന്ന ചിത്രം കൂടെയാണ് ജനനായകൻ. ഇന്നിപ്പം ഫെബ്രുവരി 9 ആവുന്നില്ല, ഫെബ്രുവരി 6 ആവുകയാണ്. അപ്പോൾ 6 ആവുമ്പോഴേക്കും ഒരു മാസത്തോളം അടുപ്പിച്ച ഇതുവരെ സിനിമ റിലീസ് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. ഏകദേശം ജാനുവരി 9 സിനിമ റിലീസ് ചെയ്യാനിരിക്കെ സർട്ടിഫിക്കറ്റ് തരില്ല, ഇഷ്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, സീൻസ് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അന്ന് റിലീസ് ചെയ്യാൻ വെച്ചിരുന്ന ആ ഒരു ഗ്ലോബൽ റിലീസിന് റിലീസ് ചെയ്യാൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാത്ത കാരണം റിലീസ് ചെയ്യാൻ കഴിയില്ല. പിന്നെ ഒരു മീറ്റിങ്ങും കാര്യങ്ങളും എത്രയും പെട്ടെന്ന് പൊങ്കലിന് തന്നെ ജനുവരി 14 തന്നെ റിലീസ് ചെയ്യണമെന്നിരിക്കെ ഇവർ ഹൈക്കോടതിയിൽ കേസിന് പോയപ്പോൾ, അതായത് KVN പ്രൊഡക്ഷൻസ് കേസിന് പോയപ്പോൾ എന്താ പറയുക, മദ്രാസ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് US സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടി ഉത്തരവ് കൊടുത്തെങ്കിലും ഉടൻ മണിക്കൂറുകൾക്കകം CBFC അപ്പീൽ കൊടുത്ത് മദ്രാസ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലേക്ക് കേസ് തള്ളിക്കൊണ്ടുപോയി. അവിടെ നിന്ന് പറഞ്ഞത് അടുത്തൊരു ദിവസം പറയാമെന്നുള്ള ഒരു ഇതാണ്. അങ്ങനെ വന്ന് നോക്കിയപ്പം 21 അടുത്ത ഒരു ഡേറ്റ് പറയാം, അതായത് 19 21 ഒരു ദിവസത്തിൽ ഡേറ്റ് പറയാമെന്നുള്ള, അതായത് അന്ന് ഇനി നെക്സ്റ്റ് ഹിയറിംഗ് വയ്ക്കും എന്നുള്ളൊരു സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അത് സുപ്രീം കോടതിയിൽ വെച്ചാണ്. അതായത് ആ 21 വരെ ഇനി സിനിമ റിലീസ് ചെയ്യില്ല. അപ്പോൾ 21 സുപ്രീം കോടതിയിലും കാര്യങ്ങളായിട്ട് പോയപ്പോഴും അവിടെ നിന്നും പറഞ്ഞത് ഹൈക്കോടതിയിൽ തന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇത് പറഞ്ഞു വിട്ട് അവർ തന്നെ ഇതിനൊരു മറുപടി തരട്ടെ എന്ന് അവരുടെ തിരിച്ചു വിട്ടു. അതായത് ഹൈക്കോടതിയും തഴഞ്ഞു, സുപ്രീം കോടതിയും തഴഞ്ഞു, പടം റിലീസ് ചെയ്തില്ല. ഇതുവരെ പടം റിലീസ് ചെയ്തിട്ടില്ല. സെൻസർ ബോർഡ്, അതായത് വിരൽ തുമ്പിൽ നമുക്ക് ഇപ്പം ക്ലിക്ക് ചെയ്ത നാട്ടിൽ എന്ത് നടക്കുന്നു, അല്ലെങ്കിൽ നാട്ടിൽ എന്തൊക്കെ കൊള്ളരുതായ്മകളുണ്ടെന്ന് അറിയുന്ന മൊബൈൽ ഫോണും കാര്യങ്ങളും ഉള്ള ഈ കാലത്ത് ഒരു 3 മണിക്കൂർ സിനിമ റിലീസ് ചെയ്യാൻ പേടിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ദളപതി വിജയ് നായകനാണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് ഇതിൽ ഉപകരിക്കുമെന്നുകൊണ്ട് അതുകൊണ്ട് അവർ പേടിച്ച് അതുകൊണ്ട് ആ ഒരു ഇൻറ്റൻഷൻ ചെയ്യുന്നതാണെന്നും അറിയില്ല. അങ്ങനെ ആവാനും ചാൻസ് ഉണ്ട്, തള്ളിക്കളയാനും പറ്റില്ല. ബട്ട് ആ സിനിമയ്ക്ക് ഇതുവരെ CBFC സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല. അങ്ങനെ ഇപ്പോൾ ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പ്രൈവറ്റായിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന 20 മിനിറ്റ് ട്രിം ചെയ്താൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നൽകാമെന്നൊക്കെ പറയുന്നു. എന്തുകൊണ്ടാണ് 20 മിനിറ്റ് ട്രിം ചെയ്യേണ്ട ആവശ്യം എന്തിനാണ്? അപ്പോൾ എന്തിനാണ് പേടിക്കുന്നതെന്ന് മനസ്സിലായി. ഒരു സിനിമ ഇറക്കുന്നത് അത് 20 മിനിറ്റ് ട്രിം ചെയ്യണമെന്ന്. 20 മിനിറ്റ് എന്ത്, ഈ നാട്ടിലെയും ആ ഒരു 20 മിനിറ്റ് വന്നാൽ ഈ നാട്ടിൽ എല്ലാവരും ഇല്ലാതാക്കാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നാണ്. നാട്ടിൽ എന്തൊക്കെ നടക്കണം അതെല്ലാവരും അറിയുന്നു. ഇതൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ പറഞ്ഞു വന്നത് കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് എന്നൊരു ടീസർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സിനിമ റിലീസ് ചെയ്യാൻ CBFCക്ക് ഒരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഇല്ല. അതായത് ഫെബ്രുവരി 9 ആ സിനിമ റിലീസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഫെബ്രുവരി 9, 7, 27 അങ്ങനെ ഏതൊരു ദിവസമാണ് ആ സിനിമ റിലീസ് ചെയ്യുകയാണ്. സെൻസർ ബോർഡിന് വിഷയങ്ങളൊന്നുമില്ല, സെൻസർ ബോർഡിന് ട്രിം ചെയ്യണ്ട, സെൻസർ ബോർഡിന് റിലീസ് തടയണ്ട, സെൻസർ ബോർഡിന് കേസ് കൊടുക്കണ്ട, അപ്പീൽ കൊടുക്കണ്ട, ഒന്നും കൊടുക്കില്ല. പടം ഇറക്കട്ടെ. കാരണം അത് സമൂഹം കാണേണ്ട പടമാണ്, അത് സമൂഹത്തിലുള്ളവർ മനസ്സിലാക്കേണ്ട പടമാണ്. ആ സിനിമയെ പോലത്തെ സിനിമകൾ ഇറങ്ങണം. സെൻസർ ബോർഡ് ചെയ്യുന്ന ഇത്
നാടിനോട് ചെയ്യുന്ന ഒരു ദ്രോഹം കൂടെയല്ല. ആ സിനിമയിൽ എന്ത് കണ്ടന്റാണ് പറഞ്ഞതെന്ന് നമുക്കറിയാം. ആ സിനിമയുടെ പേരിടുന്നത് കേരള സ്റ്റോറി എന്നാണ്. അതായത് കേരളത്തിൽ പേര് വെച്ച് അവരൊരു പ്രൊമോഷൻ ചെയ്യുകയാണ്. അങ്ങനെ ഒന്ന് റീച്ചാക്കാൻ വേണ്ടി അങ്ങനെയെങ്കിലും ഒരു പടം റീച്ചാവട്ടെ എന്ന് പറഞ്ഞ് കേരള സ്റ്റോറി നേടുകയാണ്. കേരളത്തിൽ നടന്നെന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടൊന്നുമില്ല. ആൻഡ് ഈ കേരളത്തിൽ അതോടെ ആൾക്കാർ കേരളം ഇങ്ങനെയായിരുന്നു, കേരളത്തിൽ ഇങ്ങനെയായിരുന്നു, കേരളത്തിൽ അപ്പം ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള സംസാരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അവർ കേരളത്തിനെ കൊച്ചായിട്ട് കാണിക്കാൻ, കേരളത്തിൽ ഇങ്ങനെ ആ ഒരു സെക്യുലാരിസം നടക്കുന്ന ആ ഒരു, അതായത് ഇന്ത്യയിൽ ഇപ്പോൾ സെക്യുലാരിസം മതേതരത്വം കൂടുതലുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. അവിടെ അവരെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറക്കുന്ന പടമാണിത്. അതായത് ഇവര് 3 ഹിന്ദു പെണ്ണുങ്ങൾ മുസ്ലിം പയ്യന്മാരെ പ്രേമിക്കുന്നു. മുസ്ലിം പയ്യന്മാർ ഇവരെ പ്രേമിച്ചിട്ട് ഇവരെ കല്യാണം കഴിച്ച് ഇവരെ തീവ്രവാദികളാക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് രാജ്യത്തുള്ള 85 ലക്ഷം അത്ര ഹിന്ദുക്കളെ മുസ്ലിങ്ങളാക്കി ടെററിസ്റ്റ് ആക്കണമെന്നാണ് പറയുന്നത്. ആ സിനിമയിൽ തന്നെ ഉണ്ട് ഒരു ടെററിസം, ഒരു കപടം, ഒരു കള്ളം, ഒരു കലാപം. അതായത് ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു പടമാണ്. സമാധാനമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു മതേതരത്വത്തെ പ്രശ്നം ഉണ്ടാക്കുന്ന, തമ്മിൽ തല്ലിക്കുന്ന ഒരു കോണ്ടന്റാണ് അവർ സിനിമയായിട്ട് റിലീസ് ചെയ്യുന്നത്. ആ സിനിമ റിലീസ് ചെയ്യാൻ ഇവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല, സെൻസർ ഇഷ്യൂ ഇല്ല, പ്രശ്നങ്ങളില്ല, ഡിലേ ഇല്ല, കേസില്ല, സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ഇല്ല, ഒന്നുമില്ല. അതങ്ങ് പടച്ച് വിടുകയാണ്, അതങ്ങ് റിലീസ് ചെയ്ത് വിടുകയാണ്. കേവലം ഒരു 3 മണിക്കൂർ പടം, ഒരു പൊളിറ്റിക്കൽ പടം ഇറക്കാൻ അവർ സമ്മതിക്കുന്നില്ല. അതിന് 20 മിനിറ്റ് ട്രിം വേണം, അതിന് കേസ്, അതിന് അപ്പിയർ, അതിന് കോർട്ട് ഹിയറിങ്, അപ്പീലും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തൊക്കെ ഇഷ്യൂസാണ് നടക്കുന്നത്. അപ്പോൾ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് സ്പീച്ച് എവിടെയാണ്? കേരളത്തിൽ ഒരു തമിഴ് പടം ജനനായികയെ ഇറക്കാൻ സമ്മതിക്കുന്നില്ല, കേരള സ്റ്റോറി ഇറക്കാൻ സമ്മതിക്കുന്നു. കേരള സ്റ്റോറി ഇറങ്ങിയ ഒരു കുഴപ്പമില്ല, ജനനായകൻ ഇറങ്ങിയ കുഴപ്പമാണ്. കേരള സ്റ്റോറിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നാട്ടുകാരൊക്കെ എല്ലാവരും അറിയണം, ആ കാര്യങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. പക്ഷെ ജനനായകൻ പറയുന്നത് ആരും മനസ്സിലാക്കാനൊന്നും, അത് നാടിന് നാശം വിതയ്ക്കുമെന്ന അപ്പോൾ അവർക്കിഷ്ടമുള്ള പടങ്ങൾ നിങ്ങൾ കാണുക, അവരിഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയുക, അവരിഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുക. അതായത് കുറച്ചുകൂടെ കഴിഞ്ഞ് അവർ തന്നെ പറയും, ഈ ഡ്രസ്സ് ധരിച്ചാൽ മതി, ഈ മതം നിങ്ങൾ ഏറ്റാൽ മതി, അല്ലെങ്കിൽ ഈ ഫുഡ് കഴിച്ചാൽ മതി. ഇപ്പം തന്നെ അങ്ങനെ എല്ലാം പറഞ്ഞു വരുന്നുണ്ട്. മുസ്ലിങ്ങളെ മാറ്റണം, ബീഫ് കഴിക്കാൻ പറ്റില്ല, എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഒരു മതേതരത്തായിട്ട് ജീവിക്കുന്ന ഒരു സംസ്ഥാനത്തിൽ ഇങ്ങനത്തെ ഒരു സിനിമ ഇറക്കി ഭിന്നിപ്പുണ്ടാക്കുക, പ്രശ്നങ്ങളുണ്ടാക്കുക, തകർച്ചയിലാക്കുക, അടിയുണ്ടാക്കുക, അങ്ങനത്തെ ഒരു സിനിമയെ CBFC പ്രൊമോട്ട് ചെയ്യുന്നു. ജനനായകൻ പോലത്തെ ഒരു സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വരുന്ന ഒരു സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ഏത് തരത്തിലാണ്? അതിൽ പറയാൻ ഒരുപാടുണ്ട്, പറഞ്ഞങ്ങ് പുഴുത്ത് തരാനും ഒരുപാടുണ്ട്. പക്ഷേ അറ്റ് ദ ടൈം ആലോചിച്ച് പോവുകയാണ്, ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പേടിക്കുന്നത്? പിന്നെ ഈ തളപതി വിജയ്ക്ക് ഈ സിനിമ ഇറങ്ങിയാൽ അത് രാഷ്ട്രീയത്തിലൊരു മുതൽക്കൂട്ടാകുമോ എന്നുള്ള ചിന്തയാണ്. 500-600 മുതൽ മുടക്കുള്ള ഒരു ചിത്രം ഇറക്കാൻ ഇവർ സമ്മതിക്കുന്നില്ലെങ്കിൽ കഷ്ടമുണ്ട്.